പരിശുദ്ധമായ നാം വാഴ്ത്തുന്നതാകട്ടെ. ഇന്നിവിടെ നിങ്ങളുടെ മുൻപിൽ വചനവുമായി നിൽക്കുവാൻ എനിക്ക് ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട വിൻസെൻ്റ് അച്ഛൻ, റിജി അച്ഛൻ, ഈ മഴയത്തും ഇന്ന് താല്പര്യത്തോടെ കടന്നു വന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എനിക്കിതിനെ അവസരം നൽകിയ അച്ഛന്മാർ, ചർച്ച് സെക്രട്ടറി, ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി ശ്രീ ബിജുമാർ, ഇവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ 13-ാം തീയതി മുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻഷിപ്പ് വാരാഘോഷമായ ആചരിക്കുകയാണ്. പല പല വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഓരോ ദിവസവും നടന്നു വരുന്നു. ഭവനാരാധനകൾ, രോഗഭവന സന്ദർശനം, ഇപ്പോൾ ഇന്നലെ പൊന്മുടി കേന്ദ്രമാക്കിയ ഒരു റിട്രീറ്റ് ഭംഗിയായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അവിടുത്തെ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് കിറ്റൊക്കെ വിതരണം ചെയ്യാൻ പറ്റി. അതൊരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. ഇന്ന് വൈകുന്നേരത്തെ ഒരു ഭവനാരാധനയോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത്. ഇപ്പോൾ സംഘടനയുടെ സെക്രട്ടറി ബിജുമാറിന്റെ ശക്തമായ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു വരുന്നു. ഇന്നത്തെ ആരാധനയിൽ എല്ലാ ഭാഗങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാഗങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നമുക്ക് കണ്ണുകളെ അടങ്ങിയ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ നല്ലിടയൻ, ഇസ്രായേലിൻ രക്ഷകനാകും ഇടയൻ, സമർത്ഥമാം ജീവൻ നിങ്ങൾക്കു നൽകും, നേർവഴി കാട്ടുന്നവൻ. എന്നെ അനുഗമിക്കൂ, എന്നെ അനുസരിക്കൂ. സ്വർഗീയ ഭവനത്തിൻ വാതിൽ നിങ്ങൾക്ക് ഞാൻ തുറന്നു തരാം. ഞാൻ നല്ലിടയൻ, ഇസ്രായേലിൻ രക്ഷകനാകും ഇടയൻ, സമൃദ്ധമാം ജീവൻ നിങ്ങൾക്കു നൽകും, നേർവഴി കാട്ടുന്നവൻ. എന്നെ അനുഗമിക്കൂ, എന്നെ അനുസരിക്കൂ. സ്വർഗീയ ഭവനത്തിൻ വാതിൽ നിങ്ങൾക്കായി ഞാൻ തുറന്നു തരാം. ദൈവസംസ്ഥാനത്തായി ആളുകളുടെ വലിയ ഇടയനെ കുറിച്ച് ചിന്തിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇടയന്റെ സവിശേഷതകളെക്കുറിച്ചും ഇടയ പരിപാലനത്തെക്കുറിച്ചും പഠിക്കുവാൻ ദൈവമേ ഇടയാക്കണമേ. അടിയന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമാക്കി വരട്ടെ. ആമേൻ. ഇന്ന് ലോകം വളരെ സങ്കീർണതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നും പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, മാരക രോഗങ്ങൾ കൊണ്ടുവരുന്ന അവസ്ഥ. ഇസ്രായേൽ രാജ്യം മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്ന വഴി ലോകം ഒരു യുദ്ധകളമായി മാറിയിരിക്കുന്നു. യുദ്ധപ്പെടുത്തികൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ അനേകം പേർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നെട്ടോടുന്ന അവസ്ഥ. ഭക്ഷണം വാങ്ങുന്നതിനായി കാത്തു നിൽക്കുന്നതിനിടയിൽ അവിടെയും ബോംബ് വന്നു വീഴുന്ന അവസ്ഥ. ഇന്ത്യയിലെ സ്ഥിതി വ്യത്യസ്തമല്ല. മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾ അനേകം പേർ പീഡനമേറ്റ് കൊല്ലപ്പെടുന്നു. എങ്ങും അരക്ഷിതാവസ്ഥ. കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമല്ല. വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു. പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥ. ഈ അവസരങ്ങൾക്കിടയിൽ ദൈവം നമ്മെ തങ്കക്കരത്തിൽ കാത്ത കൃപയോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷങ്ങളിൽ അവതരിപ്പിക്കുന്ന നസ്രായന യേശുവിനെ കുറിച്ചുള്ള ചിത്രങ്ങളിൽ ഏറ്റവും ദീപ്തവും സുന്ദരവുമായിട്ടുള്ളത് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ തന്റെ തോളിലേറ്റി
ആട്ടിൻകൂട്ടത്തിൽ മുൻപേ നടന്ന് അവയെ ജലാശയത്തിന്റെ പ്രശാന്തതയിലേക്കും പുൽമേടുകളിലെ സമൃദ്ധിയിലേക്ക് നടത്തുന്ന ഇടയന്റെ ചിത്രമായിരിക്കും. ഇന്നത്തെ സുവിശേഷം നമ്മോട് ധ്യാനിക്കാൻ ആവശ്യപ്പെടുന്നതും ആ സുന്ദരമായ ചിത്രത്തെ കുറിച്ചാണ്. ഇടയന്റെ ആർദ്രമായ സ്നേഹത്തെ കുറിച്ചാണ്. ഇതാണ് നല്ല ഇടയനാവുന്ന കർത്താവിന്റെ വെളിപ്പെടുത്തൽ. നല്ല ഇടയനാണ് താനെന്ന് പറയുന്നതിന് യേശുവിന്റെ കാലത്ത് ദുഷിച്ചുപോയ ഇടയന്മാരുടെ പശ്ചാത്തലം അജഗണത്തെ അറിയുകയോ അവയെ മുൻപേ നടന്ന് നയിക്കാൻ കെൽപ്പില്ലാതെ പോവുകയോ അജഗണം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മബന്ധമില്ലാതെ പോവുകയോ തന്റെ ആട്ടിൻപറ്റത്തെ ഒരു ശത്രുവായി കണക്കാക്കുകയും ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ കാലത്തെ നേതാക്കന്മാരുടെ മതനേതൃത്വത്തിന്റെ പശ്ചാത്തലത്തിലാണ് യേശു പറയുന്നത്, ഞാൻ നല്ല ഇടയനാണെന്ന്. ഇടയന്മാരെ കുറിച്ചുള്ള ചിന്തകൾ ബൈബിളിൽ ആദ്യം മുതൽ തന്നെയുണ്ട്. ബൈബിളിൽ ഏറ്റവും നിർമ്മലനായ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഹാബേൽ ഒരു ആട്ടിടയനായിരുന്നു. ഹോരേബിന്റെ മലഞ്ചെരുവിൽ ഇടയദൗത്യവുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മോശയെ വിമോചനത്തിന്റെ മഹാദൗത്യം ഏൽപ്പിക്കുന്നത്. പ്രവാചകഗണത്തിലെ സിംഹഗർജനമെന്ന് വിശേഷിപ്പിക്കുന്ന ആമോസ് പ്രവാചകൻ തെക്കോവയിലെ ഇടയനായിരുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇണങ്ങിയവരെന്ന് വിശേഷിപ്പിക്കുന്ന ദാവീദും ഇടയനായിരുന്നു. ഇടയന്റെ ആ ശ്രേഷ്ഠത, അതിന്റെ പൂർണ്ണത വരുന്നത് ദാവീദ് രാജാവ് 23-ാം സങ്കീർത്തനത്തിൽ പാടുന്നിടത്താണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന് പറയുന്നിടത്താണ് ഇടയന്റെ ഒരു പൂർണ്ണത നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വചനഭാഗത്തേക്ക് കിടക്കാൻ യോഹന്നാൻ 10-ാം അധ്യായം 2-3 വാക്യങ്ങൾ. വാതിലിലൂടെ കിടക്കുന്നതിനും ആടുകളുടെ ഇടയനാകുന്നു, അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. ഇവിടെ ഇടയനും ആടുകളും തമ്മിലുള്ള ഒരു ഹൃദയബന്ധമാണ് ഇവിടെ കാണുന്നത്. ഇടയനും ആടുകൾക്കും തമ്മിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ജെയിംസ് ബ്ലാക്ക് എന്ന പ്രസിദ്ധനായ സുവിശേഷകൻ ഒരു കവിയായിരുന്നു. ദൈവനാമമഹത്വത്തിന് അനേകം കീർത്തനങ്ങൾ അദ്ദേഹം വീക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വഴിയിൽ കൂടെ നടക്കുന്നതിനിടയിൽ ഒരു കുടിലിന്റെ മുൻപിൽ ഒരു പെൺകുട്ടി വിഷാദപൂർണമായിരിക്കുന്നത് കണ്ടു. കീറിപ്പറഞ്ഞ വേഷം ധരിച്ച ആ കുട്ടിയോട് വില്യം ബ്ലാക്ക് വിവരങ്ങൾ ആരായിരുന്നു. അവൾക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു. സ്കൂളിൽ പോകാൻ താല്പര്യം കാണിച്ച ആ കുട്ടിക്ക് വില്യം ബ്ലാക്ക് തന്നെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും എല്ലാം വാങ്ങിക്കൊടുത്തു. ആ പെൺകുട്ടി വസ്ത്രങ്ങളും ബുക്കുകളും ഒക്കെ ആയി സ്കൂളിലേക്കും സൺഡേ സ്കൂളിലും ഒക്കെ പോകുന്നത് നോക്കി നിന്ന് ഏറ്റവും സന്തോഷിച്ചത് വില്യം ബ്ലാക്ക് തന്നെയായിരുന്നു. ഒരു ഞായറാഴ്ച വില്യം ബ്ലാക്ക് സൺഡേ സ്കൂളിൽ ഹാജർ നിൽക്കുകയാണ്. ഈ പെൺകുട്ടിയെ കാണുന്നില്ല. അദ്ദേഹം തിരക്കിയപ്പോൾ ആ പെൺകുട്ടി ഏതോ മാരക രോഗം ബാധിച്ച് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു. വില്യം ബ്ലാക്ക് ആശുപത്രിയിൽ സന്ദർശിച്ച് സുഖവിവരങ്ങൾ ആരായിരുന്നു. ശേഷം തിരിച്ചു വന്നു. അടുത്ത ആഴ്ച വീണ്ടും അദ്ദേഹം സൺഡേ സ്കൂളിൽ ഹാജർ വിളിക്കുകയാണ്. വീണ്ടും കുട്ടിയെ കാണുന്നില്ല. അവളെ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിൽ എന്ത് വിഷമമാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹത്തിന് അന്ന് തന്നെ മനസ്സിലായി ആ പെൺകുട്ടി സ്വർഗീയ മഹത്വത്തിലേക്ക് കയറിപ്പോയിരുന്നു. ആ കുട്ടിയുടെ ആകസ്മികമായ വേർപാടും താൻ പേർ വിളിച്ചപ്പോൾ കാണാതിരുന്നതും താൻ ഓർത്തു. സൺഡേ സ്കൂളിൽ പേർ വിളിച്ചപ്പോൾ കാണാതിരുന്നുവെങ്കിലും സ്വർഗീയ ആകാശമേഘത്തിൽ കാഹളം ധരിക്കുമ്പോൾ ആ പെൺകുട്ടി അവിടെ കാണുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വളർന്നതിന്റെ ബഹിസ്ഫുരണമാണ് താൻ എഴുതിയ ലോക പ്രശസ്തമായ ഇംഗ്ലീഷ് കവിത. അതിന്റെ വരികൾ പ്രകാരം, when the trumpet of the Lord shall sound
When the road is called up yonder, my name will be there. ഇതിന്റെ മലയാള പരിഭാഷ ഇപ്രകാരമാണ്: കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധരിക്കുമ്പോൾ നിത്യമാ പ്രഭാത ശോഭിതത്തിൽ നാൾ പാർത്തലെ രക്ഷപ്പെട്ടോർ അക്കരെ കൂടി ആകാശ് വേർവിളിക്കും നേരം കാണുമെന്ന്. ക്രിസ്തീയ ജീവിതത്തിലെ അതിമഹത്തായ ഒരു പ്രത്യാശയാണിത്. ഇവിടെ ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ആയ ഇടയൻ തന്റെ കുഞ്ഞാടായ ഒരു വിദ്യാർത്ഥിയോടുള്ള കരുതലിന്റെയും അഗാധമായ ആത്മാർത്ഥതയുടെ ഒരു തെളിവാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് കുഞ്ഞുങ്ങളോട് എന്തുമാത്രം ആത്മാർത്ഥതയാണുള്ളത് എന്ന് ചിന്തിക്കുക. അതുപോലെ സ്കൂളിലുള്ള അധ്യാപകർ തങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഇത്തരത്തിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നാൽ കുഞ്ഞുങ്ങളെല്ലാം വലിയ നിലകളിലേക്ക് എത്തുമെന്നതിന് ഒരു സംശയവുമില്ല. ഒരു പ്രസിദ്ധ സംഗീത സംവിധാനം ലണ്ടനിൽ വെച്ചൊരു സ്വീകരണം നൽകി. വിരുദ്ധ പരിപാടിക്കിടെ വിശിഷ്ടാതിഥിയോട് ഒരു പാട്ട് പാടണമെന്ന് ആരോ ആവശ്യപ്പെട്ടു. ഏത് പാട്ട് പാടണമെന്ന് ചോദിച്ചപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഒരു യുവ വൈദികൻ പറഞ്ഞു, 23-ാം സങ്കീർത്തനത്തെ കുറിച്ചുള്ള പാട്ട് പാടിയാൽ കൊള്ളാമെന്ന്. അപ്പോൾ ഈ സംഗീത സംവിധായകൻ പറഞ്ഞു, ഞാൻ പാടാം, പക്ഷേ അതിനുശേഷം താങ്കൾ കൂടി ഇത് പാടണമെന്ന്. ശരി, സമ്മതിച്ചു. സംഗീത സംവിധാനം അതിമനോഹരമായി പാടി. ജനങ്ങൾ ആർത്തു വിളിച്ചുകൊണ്ട് എല്ലാം സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം ഇരുന്നപ്പോൾ ആ വൃദ്ധ വൈദികൻ പതുക്കെ എണീറ്റ് വന്ന് അവിടെ നിന്നുകൊണ്ട്, എനിക്ക് പാടാൻ അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ വായിക്കാം. അദ്ദേഹം ആ പറഞ്ഞ സ്വരത്തിൽ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ലെന്ന ഭാഗം ഇങ്ങനെ വായിച്ച്, കൂരുകൾ താഴെ കൂടി നന്നായി ഞാൻ അനർത്ഥം ഭയപ്പെടുകയില്ലെന്ന ഭാഗം വായിച്ചപ്പോഴേക്കും കേൾവിക്കാരുടെ നയനങ്ങളുടെ സദസ്സാകെ ശാന്തമായി. പ്രസിദ്ധമായ സംഗീത സംവിധായകൻ ആ വൃദ്ധനായ വൈദികന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് 23-ാം സങ്കീർത്തനം അറിയാം, പക്ഷേ താങ്കൾക്ക് ആ നല്ല ഇടയനായ അതായിരുന്നു വ്യത്യാസം. ഞാൻ പാടിയപ്പോൾ ആ പാട്ട ജനങ്ങളുടെ ചെവിയിലെത്തി, പക്ഷേ താങ്കളുടെ വായന അവരുടെ ഹൃദയത്തിലാണ് പതിച്ചത്. അതുകൊണ്ടാണ് അവർ കരഞ്ഞത്. 23-ാം സങ്കീർത്തനം നമുക്ക് വലിയൊരു പാഠമാണ് പഠിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ മെന്റൽ സ്ട്രെങ്ത്, മാനസിക ശേഷി വളരെയധികം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റില് 2 അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ മക്കൾ, 17-18 വയസ്സ് പ്രായമുള്ള ഒരു മോനും ഒരു മോളും ഈ ഒരു വർഷത്തിനിടയ്ക്ക് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. നല്ല പഠിക്കാനും എല്ലാം സമർത്ഥയായുള്ളവരാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ, കൗമാരക്കാർ, യുവാക്കളിൽ മാനസിക ശേഷി, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അത് തരണം ചെയ്യാനുള്ള കഴിവ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാലത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെറുതിലെ തന്നെ മാനസിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള പരിശീലനങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ചെറുതിലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക. അതുപോലെ ഇപ്പോൾ ശിക്ഷണ നടപടികളെല്ലാം, അടിയൊഴുക്കുന്ന പരിപാടികളെല്ലാം നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് പറ്റില്ല. അങ്ങനെ ചെറുതിലെ തന്നെ വേദപുസ്തക വായന, പ്രാർത്ഥന എന്നിവ മൂലം ജനങ്ങൾ, കുട്ടികൾക്ക് അതിൻ്റെ വചനം ഉള്ളിൽ കിടക്കുകയും അത് ഉള്ളിൽ ക്രിയ ചെയ്യുകയും പരിശുദ്ധാത്മാവിന്റെ ബലമുണ്ടാവുകയും തെറ്റുകളിൽ നിന്ന് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരെ പിടിച്ചു നിർത്തുന്നതും നമുക്ക് കാണുന്നത് സാധിക്കും. അതുപോലെ തന്നെയാണ് അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് അറിവ് പല സ്ഥലങ്ങളിലും കിട്ടും, പക്ഷേ വിവേകം ലഭിക്കണമെങ്കിൽ നമുക്ക് ഈ ബൈബിൾ തന്നെ വായിക്കണം. അറിവും വിവേകവും തമ്മിലുള്ള വ്യത്യാസം, അറിവ് പല രീതിയിലും കിട്ടും, പക്ഷെ വിവേകം എല്ലായിടത്തും ലഭിക്കണമെന്നില്ല. വിവേകമില്ലാത്തതിന്റെ ലക്ഷണങ്ങളെന്ന് വെച്ചാൽ, വിവേകമെന്ന് വെച്ചാൽ തിരിച്ചറിവിന്റെ അവസ്ഥ, നല്ലതും തീയതും ഒക്കെ തിരിച്ചറിയുന്ന അവസ്ഥ, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കുന്നു, ജോലിയൊക്കെ ലഭിക്കുന്നു, പിന്നീട് അവരെ സംരക്ഷിക്കാൻ സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ. കുടുംബജീവിതങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ ഒരല്പം സ്നേഹം, അല്പം വിട്ടുവീഴ്ച ഇത് ചെയ്ത ആ വിടവുകൾ നികത്താൻ കഴിയാതെ വരുന്നു. യുവാക്കളെല്ലാം വിവേകമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടുന്ന അവസ്ഥ. അതിനാൽ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ ഈ ബൈബിൾ വിവേക വചനങ്ങൾ പഠിപ്പിക്കണം. ഒരു ഡോക്ടറോ എഞ്ചിനീയറോ IAS ഓഫീസറോ ഒന്നും ആയിട്ട് കാര്യമില്ല. വിവേക വചനങ്ങളില്ലെങ്കിൽ അവരുടെ ജീവിതം ഒരു സീറോ ആയി മാറും. അതിനായി നമുക്ക് ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ വിവേകമുള്ള ഒരു ഹൃദയം ലഭിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം ഇടയാകട്ടെ. വചനഭാഗത്തേക്ക് വീണ്ടും പോകാം. യോഹന്നാൻ 10:9 ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. യേശു പറയുകയാണ്, ഞാൻ വാതിലാകുന്നു എന്ന്. പാപികളായ നാം ഓരോരുത്തരും യേശു എന്ന വാതിലിലേക്ക് നോക്കി തങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയുകയാണെങ്കിൽ രക്ഷപ്പെടും. സങ്കീർത്തനം 51:3 എന്റെ ലംഘനം ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു എന്നാണ്. തന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി അനുതാപത്തിന്റെ ആത്മാവിൽ ലഭിക്കുന്ന ദാവീദ് രാജാവിന്റെ വാക്കുകളാണ് മുകളിൽ ഉദ്ധരിച്ചത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അറിവ് തന്നെ തിരിച്ചറിയുന്നതാണ്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ സുഖസമൃദ്ധിയുടെ സമ്പന്നതയിൽ കഴിയുന്ന ദാവീദ് രാജാവിന് തന്റെ തെറ്റി ചൂണ്ടിക്കാണിക്കുവാൻ ഒരു പ്രവാചകന്റെ വാക്കുകൾ ആവശ്യമായി വന്നു. ഊരിയാവുന്ന യോദ്ധാവിനെ പടക്കളത്തിൽ അയച്ചു കൊല്ലിച്ച് അവന്റെ സുന്ദരിയായ ഭാര്യ ബത്ശേബയെ സ്വന്തം ഭാര്യയായി ദാവീദ് രാജാവിനത് തെറ്റാണെന്ന് തോന്നിയില്ല. എന്നാൽ നാഥാൻ പ്രവാചകൻ ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞിട്ട് അവസാനമായി രാജാവിന്റെ മുഖത്ത് നോക്കി ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് രാജാവ് തളർന്നുപോയി. താൻ എപ്പോഴും മുമ്പാകെ കുറ്റം ചെയ്തുവെന്ന് സ്വയം ഏറ്റു പറഞ്ഞ് കണ്ണുനീരിൽ കുതിർന്ന് ദൈവമേ എന്നെ ദയിക്കത്തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ എന്നാരംഭിക്കുന്ന 51 സങ്കീർത്തനം ദാവീദ് രാജാവ് എഴുതുകയാണ്. തെറ്റുകൾ ചെയ്യുന്ന സ്വാഭാവികമാണ്, കാരണം അത് മനുഷ്യ സഹജമാണ്. പക്ഷെ അത് തിരുത്തുവാൻ വളരെ ശ്രമം ആവശ്യമാണ്. ടോമി എന്ന ബാലന്റെ കഥ അത് നമ്മെ പഠിപ്പിക്കും. ചില കുട്ടികൾ സദാ ഉത്സാഹികളായിരിക്കും. അങ്ങനെ ഒരു കുട്ടിയായിരുന്നു ടോമി. വളരെ മിടുക്കനായ കുട്ടി. വീട്ടിനകത്തെ അവന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ അവന്റെ പപ്പ അവനൊരു കവണ വാങ്ങി കൊടുത്തു. ആ കവണ കല്ല് വെച്ചടിച്ച് അവൻ മിക്ക സമയം വീട്ടിന് പുറത്താണ്. അപ്പോൾ വീട്ടിനകത്ത് ഒരു സ്വസ്ഥതയുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം കൊണ്ട് അവൻ ഈ കവണ വെച്ച് പക്ഷികളെയൊക്കെ പ്രയോഗിച്ചു നോക്കി. പക്ഷെ പക്ഷികളൊന്നും തന്നെ വീണില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ നോക്കുമ്പോൾ അത് അവന് വെള്ള പൂവൻ താറാവ് നിൽക്കുന്നു. അവന്റെ ആ താറാവ് അവന്റെ പപ്പയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു താറാവായിരുന്നു, പൂവൻ താറാവ്. അങ്ങനെ ടോമി ഒരു കല്ല് കവളയിൽ വെച്ച് ഒന്ന് പ്രയോഗിച്ചു നോക്കി. നേരെ ലക്ഷ്യം തെറ്റിയില്ല. താറാവിന്റെ ദേഹത്ത് കൊണ്ട് താറാവ് വീണ് ചാവുകയാണ്. ടോമി ആകെ പരിഭ്രാന്തനായിരുന്നു. അവൻ ചുറ്റും നോക്കി ആരും കാണുന്നില്ല. അവിടെ നിന്ന് ടോമി ഒരു മൺവണ്ടി കൊണ്ടുവന്ന് ഒരു കുഴിയെടുത്ത് അതിനുള്ളിൽ മൂടുകയാണ്. ആരും എല്ലാവരും നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അന്ന് വൈകുന്നേരം ഈ താറാവ് ചത്ത കാര്യം വാർത്ത പറഞ്ഞു. ടോമി ഇതൊന്നും അറിയില്ല. അങ്ങനെ ഒരു ദിവസം കടന്നുപോയി. പിറ്റേ ദിവസമാണ് ടോമിയുടെ കഷ്ടകാലം ആരംഭിക്കുന്നത്. വീട്ടിലെ വേലക്കാരൻ ഗോപാലൻ പശുവിന് വേണ്ടി വയ്ക്കോലെടുക്കുകയാണ്. വയ്ക്കോലെടുത്തിട്ട് ടോമി ഈ വയ്ക്കോൽ കൊണ്ട് പശുവിനെ കൊണ്ടുപോയിട്ട് കൊടുക്കുക. ടോമി പറഞ്ഞ് എനിക്ക് പറ്റില്ല. അപ്പോൾ വേലക്കാരൻ പറയുകയാണ്, നീ ഇന്നലെ താറാവിനെ കൊന്ന് കുഴിച്ചിട്ട കാര്യം ഞാൻ പപ്പായോട് പറഞ്ഞു. ഈ വേലക്കാരൻ ഗോപാലൻ ഈ കുട്ടി ചെയ്ത കാര്യമെല്ലാം കണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസം ഈ
ഈ ഗോപാലൻ ടോമിയെ കൊണ്ട് പല പല ജോലികൾ ഇങ്ങനെ ചെയ്യിച്ചോട്ട് അങ്ങനെ വേലക്കാരൻ യജമാനൻ ടോമി ദാസനുമായി മാറി. ടോമി ഒരു ദിവസം അങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ദാസന്റെ ദാസനായി എനിക്ക് ജീവിക്കുവാൻ പറ്റില്ല. ഞാൻ എൻ്റെ പപ്പായോട് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം പപ്പ വിശ്രമിക്കുന്നതിനിടയിൽ ടോമി പോയി താൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. പപ്പ പറഞ്ഞു, പോട്ടെന്നോട് ഇത് നേരത്തെ എന്നോട് പറയേണ്ടതായിരുന്നു, എല്ലാം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ടോമിക്ക് വളരെ ആശ്വാസമാണ്, ഹൃദയത്തിൽ സന്തോഷം. അന്ന് വൈകിട്ട് ഗോപാലൻ ടോമിക്ക് ഒരു ജോലി നിർദ്ദേശിച്ചു. അത് ചെയ്തില്ലെങ്കിൽ താറാറിന്റെ കഥ ഞാൻ പറഞ്ഞു കൊടുത്തു. സാധാരണ പറയുന്നതായി ടോമി ചിരിച്ചുകൊണ്ട് പറയുന്നു, ആ കഥ കഴിഞ്ഞു പോയി. ഞാൻ പപ്പായോടെല്ലാം പറഞ്ഞു, പപ്പ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു. ടോമി അങ്ങനെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മുടിയനായ പുത്രനെ പോലെ നമുക്ക് തിരിച്ചു ചെല്ലാം. വലിയവനായ ദൈവത്തോട്, വാതിലായ ഇടയനോട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മോട് ക്ഷമിച്ച പാപത്തിൽ നിന്ന് സ്വതന്ത്രമാണ്. ഗലാത്യർ 5:1 പറഞ്ഞിരിക്കുന്ന പോലെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിന്, അടിമതത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അനശ്വരമായ പാട്ടുകളിലൂടെയും തങ്ങളുടേതായ ജീവിതത്തിലൂടെയും നമ്മുടെ വഴികാട്ടിയായി മാറിയ ശ്രേഷ്ഠ ഇടയന്മാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആദ്യമായി സാധു കൊച്ചു കുഞ്ഞ് നിർദ്ദേശിച്ചു, എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ സാധുതയായി ചോദ്യത്തിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്ന് എന്റെ ഉള്ളം ചൊല്ലുന്നു. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഈ ഗാനം നെഞ്ചിലേറ്റിയിട്ട് തുടങ്ങിയിട്ട് ദശാബ്ദങ്ങൾ പിന്നിടുന്നു. ദുഃഖത്തിന്റെ ഏകാന്തതയുടെയും യാമങ്ങളിൽ ആശ്വാസത്തിന്റെ പ്രകാശധാര ചൊരിയുന്ന ഒരു ഗാനമാണിത്. അയൽവക്കത്ത് താമസിച്ചിരുന്ന പ്രതി സഹോദരന്റെ മകനും കുടുംബവും നാട് വിട്ട് ഭാര്യ വീടിനടുത്തേക്ക് താമസം മാറ്റുന്നു എന്നറിഞ്ഞപ്പോൾ കഠിനമായ ഏകാന്തത സാധുവിന്റെ ഹൃദയത്തെ മതിച്ചു. പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിലേക്ക് താൻ എത്തിച്ചേരുകയാണല്ലോ എന്ന് സാധു കൊച്ചു കുഞ്ഞിന് തോന്നുന്നു. ഈ ഏകാന്തതയിൽ ആരുടെ തുണയായി ഭക്തമനസ്സ് സമാശ്വാസത്തിന്റെ തീരമണങ്ങുന്നു. മനസ്സലിവുകളുടെ സ്വർഗീയ പിതാവ് കൂടെ ഉണ്ടെങ്കിൽ സാധുവായ എന്റെ മനസ്സ് എന്തിന് കലങ്ങുന്നു. ജീവിതത്തിലെ വൈഷമ്യമുള്ള ഒന്ന് കരയേറി നടകൊള്ളാൻ രക്ഷകനൻ കാലുകൾക്ക് മാനിനെ പോലെ വേഗം നൽകുന്നു. ഏരിയാവിനെ പോലെ മരുഭൂമിയിൽ ഏകനാകുമ്പോഴും സ്നേഹത്തിന്റെ ചൂടുള്ള അപ്പവുമായി ദൈവം അണയുകയില്ല എന്നാണ് കൊച്ചുകുഞ്ഞ് ഉപദേശിക്കുന്നത്. അകാലത്തിൽ മരണപ്പെട്ട തന്റെ പ്രിയമകൻ ശമൂവേൽകുട്ടിയുടെ മരണസമയത്തിൽ ദുഃഖം താങ്ങാനാകാതെ അവസ്ഥയിൽ അദ്ദേഹം എഴുതിയ ഗാനമാണ്. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടുന്ന വിഖ്യാതമായ ഗാനം. നമ്മുടെ എല്ലാം ഇടയ ശ്രേഷ്ഠനായ മോശവംശ ശാസ്ത്രിയാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിട്ടുണ്ട്, എന്റെ ഹിതം പോലെ എന്നെ എൻ പിതാവേ എന്നോട്. മലയാള ക്രൈസ്തവ സമൂഹം അനുഭവ തീവ്രമായി ഗാനം നെഞ്ചിലേറ്റിയിട്ട് ഒരു നൂറ്റാണ്ടിലേറെയായിരിക്കുന്നു. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ 2011 പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ 2011 എൽ ഡി ക്ലർക്കായി ജോലി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാലക്കാട് ടൗണിലുള്ള CSI സഭയിലേക്ക് പോകാറുണ്ടായിരുന്നു. ഞായറാഴ്ച ഒരു ദിവസം അവിടെ ആരാധനയ്ക്ക് പങ്കെടുക്കുമ്പോൾ അവിടുത്തെ കോയർ ടീം അവിടെ പ്രത്യേക യൂണിഫോം ഒക്കെ ഉണ്ട്, നല്ല വേഷവിധാനമൊക്കെ ധരിച്ച് നിന്റെ ഹിതം പോലെ നിത്യം നടത്തിയ പാട്ട് അതിമനോഹരമായി പാടുകയാണ്. എനിക്കത് ഗൃഹാതുലത്വം ഉളവാക്കുന്ന ഒരു അനുഭവമായി മാറി. ഞാൻ പാലക്കാടാണോ തിരുവനന്തപുരത്താണോ നിൽക്കുന്നതെന്ന് എന്നെ എനിക്ക് തോന്നിപ്പോയി. നമ്മുടെ വീട്ടിൽ നിന്ന് അകലെയുള്ള ഒരു സ്ഥലത്ത് ഒരു പരിചയമില്ലാത്ത വ്യക്തികൾ നമ്മുടെ മോശവംശ ശാസ്ത്രീയരുടെ പാട്ട് അതിമനോഹരമായി പാടിയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ദൈവിക ചൈതന്യം അനുഭവിക്കാനായി സാധിച്ചു. ക്രിസ്തുവിന്റെ ഗീതയുടെ ആത്മനോമ്പരങ്ങളുടെയും ആത്മസമർപ്പണത്തിന്റെ ഭാവഗതിയാണ് ഈ കീർത്തനങ്ങൾ ഉയരുക. പിതാവ് അവിടുത്തെ ഹിതം നിറവേറ്റട്ടെ, തിരുഹിതത്തിന് സമർപ്പിക്കപ്പെടുന്നു. ജീവിതത്തിന്റെ കഠിനമായ പരിശോധനകളുടെയും
വേദനകളുടെ നടുവിൽ വിശ്വാസത്തിൻ്റെയും പ്രത്യാശത്തിൻ്റെയും ഭാവചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ കാലം. ക്രിസ്തുവിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ചിരുന്ന ശാസ്ത്രികളുടെ ഇളയ മകൻ പാമ്പുകടിയേറ്റ് ചർമ്മം പ്രാപിച്ച തീവ്രമായ നൊമ്പരത്തിന്റെ വേളയിൽ ധ്യാനാത്മകവും പ്രാർത്ഥനാതൽഫലവുമായ മനസ്സിൽ നിന്ന് ഉറവെടുത്തതാണ് നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തേടാൻ വേണ്ട ഗാനം. ശാസ്ത്രീയരുടെ ഗാനങ്ങൾ ആലപിക്കാത്ത ആരാധനകൾ നമുക്കുണ്ട്. നിത്യവന്ദനം നിനക്ക് സത്യദൈവമേ എന്ന ആരാധന ആരംഭിക്കുമ്പോൾ പാടുന്ന പാട്ടും അനുഗ്രഹത്തോടെ ഇപ്പോൾ അടിയാനെ യഹോവ എന്ന ആരാധന അവസാനിക്കുമ്പോൾ പാടുന്ന പാട്ടും മോശവത്സര ശാസ്ത്രികളുടേതാണ്. സ്വന്തം നിനക്കിന് യേശുദേവായ ആരംഭിക്കുന്ന പ്രതിഷ്ഠാഗാനവും രാജരാജ ദൈവജാതൻ യേശു മഹാരാജൻ എന്ന ക്രിസ്മസ് ഗാനവും യെരൂശലേമിൽ നിൻപവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും, ധരണിയിലെ പാടം കേടും എപ്പോൾ ഇങ്ങൊഴിയുമെന്ന ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ഗാനവും ജയിക്കുമേ സുവിശേഷ ലോകം ജയിക്കുമേ എന്ന സുവിശേഷ ഗാനവും ഇല്ലാതെ ഒരു ആരാധന നമുക്ക് സങ്കല്പിക്കാനാകുന്നു. സാധു കൊച്ചുകുഞ്ഞുങ്ങളുടെ ശിവോത്സവത്തിലെ ശാസ്ത്രീയരെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു റോൾ മോഡലായി മാറേണ്ടതാണ്. ഇന്ന് റോൾ മോഡൽ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവർ രണ്ടുപേരും ക്രിസ്തുവിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവരാണ്. ഇവരുടെ രണ്ടുപേരുടെയും മക്കൾ മരണപ്പെട്ടു. അപ്പോൾ ആ ദുഃഖവേളയിൽ ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പാട്ടുകൾ എഴുതിയത്. ആ പാട്ടുകൾ ഇന്നും നമ്മളെ തലമുറകൾ കഴിഞ്ഞ് ഇങ്ങനെ ആശ്വാസം പകർന്നുകൊണ്ടിരിക്കുന്നു. ഈ മഹാന്മാരെ നമുക്ക് നൽകിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ വേറൊരു അനുഭവം കൂടി ഞാൻ പറയാം. നമ്മുടെ മുൻ ബിഷപ്പ് മോഡറേറ്ററും ഒക്കെ ആയിരുന്ന യേശുദാസൻ ബിഷപ്പിനെ കുറിച്ച് അദ്ദേഹം തൻ്റെ ജീവിതവും ധനവും എല്ലാം നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി കാഴ്ചവെച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു ദൈവിക ചൈതന്യം നമുക്ക് കാണുവാനായി കഴിയും. 2012 എൻ്റെ മോൻ അഞ്ചോ സ്നേഹപ്പെടുത്താനുള്ള ശുശ്രൂഷയ്ക്ക് കാർമ്മികനായി വന്നത് യേശുദാസൻ ബിഷപ്പാണ്. ഞാനിവിടെ മോനെ കയറ്റി വെച്ചുകൊണ്ട് ഇവിടെ അവിടെ മുട്ടുകുത്തിയിരിക്കുകയായിരുന്നു. യേശുദാസൻ ബിഷപ്പ് ആ സ്നാനജലം കൊണ്ടുവന്ന് കൈകൂക്കി ആ മോൻ്റെ തലയില്ല വയ്ക്കുന്ന സമയം ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ എൻ്റെ തലയിൽ നിന്നിങ്ങനെ ഭാഗത്തിലേക്ക് കടന്നു പോകുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. ഇതൊക്കെ ദൈവിക ചൈതന്യം ആവോളമുള്ള ഇടയന്മാരാണ്. ഇത്ര ഇടയന്മാർ അവരുടെ ചൈതന്യം തൻ്റെ കുഞ്ഞാടുകൾക്ക് പകർന്നു നൽകാൻ കഴിവുള്ളവരാണ്. ഇത്തരം ഇടയന്മാരെ യേശുദാസൻ തിരുമേനിയെ പോലുള്ള ഇടയന്മാരെ നമുക്ക് നൽകിയതിനോർത്ത് ദൈവത്തിന് നന്ദി പറയാം. അവസാനമായി ഒരു ചിന്ത കൂടി പങ്കുവെച്ച് ഞാൻ ഈ പ്രസംഗം അവസാനിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം, ഞാൻ നല്ല ഇടയനാവുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. ഒരിടയന് നൽകുവാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് തന്റെ ജീവനെ ആടുകൾക്ക് വേണ്ടി കൊടുക്കുക. അതിൽ വലുതായി ഒന്നുമില്ല. കുഷ്ഠരോഗികളുടെ രാജ്യത്ത് വർദ്ധിച്ചപ്പോൾ അവരെ നാട് കടത്താൻ ഭരണാധികാരികൾ തീരുമാനിച്ചു. അവരെയെല്ലാം വാഹനങ്ങളിലാക്കി ദൂരെയുള്ള ഒരു ദ്വീപിലേക്ക് കൊണ്ടുവന്ന് നടക്കുകയാണ്. അവരുടെ സ്ഥിതി പരമദയനീയമാണ്. ബന്ധുക്കളെ കാണാൻ പറ്റുന്നില്ല, ദുഃഖകരമായ അവസ്ഥ, ഒരു ശുശ്രൂഷ ലഭിക്കുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു രൂപതാധ്യക്ഷൻ തന്റെ വൈദികരെല്ലാം വിളിച്ചു കൂട്ടുകയാണ്. ആ മൊളോക്കോ ദ്വീപിലേക്ക് കുഷ്ഠരോഗികളെ സംരക്ഷിക്കാൻ ആർ കടന്നു പോകുമെന്ന് ചോദിച്ചപ്പോൾ ഒരു യുവ വൈദികൻ കരങ്ങളെ പൊക്കിക്കൊണ്ട് ഫ്രണ്ടിലേക്ക് വരികയാണ്. പേര് ഡാമിയൻ, ഫാദർ ഡാമിയൻ. അദ്ദേഹം ഈ ശുശ്രൂഷയുമായി മൊറോക്കോ ദ്വീപിലേക്ക് യാത്രയാകുകയാണ്.
കുഷ്ഠരോഗം ബാധിച്ച് ശരീരത്തിന്റെ ഭാവങ്ങളെല്ലാം ദ്രവിച്ചു പോയ അവസ്ഥ, പഴുത്ത് ഗുണമൊലിക്കുന്ന അവസ്ഥ. ഇവരെയെല്ലാം ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെന്ന് കണ്ടുകൊണ്ട് ഫാദർ ഡാമിയൻ ശുശ്രൂഷ ചെയ്തു. അവരോട് ചേർന്നിരുന്നുകൊണ്ട് അദ്ദേഹം ശുശ്രൂഷകളൊക്കെ ചെയ്തു. 1885 ജൂൺ മാസത്തിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കാലിൽ ചൂടുവെള്ളം വീഴുകയായിരുന്നു. കാലം പോകുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായി, ശരിക്കും ഞാൻ ഇവരിൽ ഒരാളായി മാറിയിരിക്കുന്നു, ഞാനൊരു കുഷ്ഠരോഗിയായി മാറിയിരിക്കുന്നു. അടുത്ത ആഴ്ച ആരാധന നടക്കുകയാണ്. അതിൽ പ്രസംഗത്തിന് ഇടയിൽ അദ്ദേഹം തന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് കുഷ്ഠരോഗികളായ നാം ഓരോരുത്തരുന്നത്. ഈ വാക്ക് കേട്ട ജനത്തിന് തങ്ങളുടെ ഹൃദയം തകർന്നു. തങ്ങളുടെ ശുശ്രൂഷിക്കാൻ വന്ന ഇടയിലിത അക്ഷരാർത്ഥത്തിൽ നമ്മളുടെ ഒരാളായി മാറിയിരിക്കുന്നു. അദ്ദേഹം കുഷ്ഠരോഗിയായി മാറിയിരിക്കുന്നു. അങ്ങനെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി തന്റെ ജീവിതം ത്യജിച്ച് 1889 ഏപ്രിൽ 14-ാം തീയതി കുഷ്ഠരോഗിയായി തന്നെ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. അങ്ങനെ ഇന്നും അദ്ദേഹം ഒരു ജ്വലിക്കുന്ന ഓർമ്മയായി നിലനിൽക്കുന്നു. ഫാദർ ഡാമിയൻ കുഷ്ഠരോഗത്തിനേക്കാൾ വലിയ പാപങ്ങളുമായി ആയിരുന്ന മാനവരാശി ഉദ്ധരിക്കാനായി സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവരരികിൽ അണഞ്ഞരുളി. ഭയന്നൊരു നിമിഷവും തളരരുതേ, ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവരരികിൽ അണഞ്ഞരുളി. ഭയന്നൊരു നിമിഷവും തളരരുതേ, ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഇടയെ വിളിച്ച് നമുക്ക് കരയാമോ? ഉടൻ അവനരികിൽ അണഞ്ഞരുളി. നമ്മുടെ മധ്യാഹ്നമായിരിക്കുന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ വേദനകളെ, ഭാരങ്ങളെ, പ്രയാസങ്ങളെ എല്ലാം നമുക്ക് അവനിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വില്യം ബ്ലാക്ക് തന്റെ നഷ്ടപ്പെട്ടു പോയ പെൺകുട്ടിയെ ഓർത്തുകൊണ്ട് പേർവിളിക്ക് നേരം കാണും പേര് എന്ന പാട്ട് എഴുതിയത് എന്നെ കുറിച്ച് ഓർമ്മിക്കാൻ ദൈവവിടയാക്കിയത്. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധരിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാളിൽ നമ്മുടെ പേരും അവിടെ കാണുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കാൻ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ നമ്മുടെ പ്രവൃത്തികളെ നന്നാക്കാം. നമ്മുടെ മക്കളെ ജ്ഞാനത്തിന് വിവേകത്തിന് വളർത്തിക്കൊണ്ട് നല്ലൊരു തലമുറ ഉണ്ടാക്കുവാൻ നമുക്കിടയാക്കാം. തകർന്നിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ടോമി എന്ന ബാലൻ തന്റെ പപ്പായോട് കുറ്റങ്ങളെ ഏറ്റു പറഞ്ഞതുപോലെ നമുക്കും സ്വർഗീയ പിതാവിനോട് കുറ്റങ്ങളെ ഏറ്റു പറയാം. ശാസ്ത്രിയാർ, സാധു കൊച്ചുകുഞ്ഞു ഉപദേശി പോലുള്ള മഹാരഥന്മാരെ നമുക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ പാട്ടുകൾ ഇന്നും ആശ്വാസം പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ പാട്ടുകൾ നമുക്ക് അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പാടുവാൻ ദൈവമേ ഇടയാക്കണമേ. കുഷ്ഠരോഗികൾക്ക് വേണ്ടി തന്റെ ജീവൻ അർപ്പിച്ച ഫാദർ ഡാമിയനെ നമുക്ക് നന്ദി പറയുന്നു. ദൈവമേ, നമ്മുടെ സഭയിൽ നൽകിയിരിക്കുന്ന 2 ഇടയന്മാരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഇവർക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നല്ല ഇടയന്മാരായി വീട്ടിലും സമൂഹത്തിലും ഒക്കെ സേവനം ചെയ്യുവാൻ ദൈവം ഇടയാക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരെയും
താഴ്ത്തി തരുന്നത് എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന വരുന്നത് എല്ലാവർക്കും എഴുന്നേറ്റ് കർത്താവിന്റെ ആശീർവാദം